അത്തപ്പൂക്കളത്തിന് വേണ്ടിയുള്ള പൂക്കൃഷി നടക്കുകയാണ് അല്ലേ? നമുക്കൊന്ന് കാണാം. ചേട്ടാ, കാണുമ്പം ഭയങ്കര ഭംഗി തോന്നുന്ന ഒരു ഇടത്താണ് ഞങ്ങൾ വന്നത്. കൊള്ളാം. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു പൂക്കൃഷി ഇവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചത്? പൂക്കൃഷി നമ്മൾ ഒരുക്കാൻ കാരണം നമ്മൾ എന്ത് സാധനവും നമ്മൾ എവിടെയെങ്കിലും പോയി കാണുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ചിന്ത വരുന്നത്, അത് അങ്ങനെ ചെയ്താൽ കൊള്ളാം. അങ്ങനെ എവിടെ പോയി ചെന്ന് കണ്ടപ്പോഴാണ് ഇത് ഇങ്ങനെ ചെയ്യാൻ? നമ്മൾ തമിഴ്നാട്ടിൽ പോയപ്പോഴാണ് ഇത് കണ്ടത്. അവിടെ ചെന്നപ്പോൾ ആദ്യമായിട്ട് കണ്ടത് അവിടുത്തെ സൂര്യകാന്തിയാണ് നമ്മൾ കണ്ടത്. ആ സൂര്യകാന്തി നമ്മുടെ മനസ്സിൽ കയറി. അങ്ങനെ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ കുളക്കടയിൽ നമ്മളൊരു ചെറിയൊരു സൂര്യകാന്തി തോട്ടം ഒരുക്കി. പക്ഷെ അത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിജയിച്ചില്ല ആദ്യത്തെ വർഷം. പക്ഷേ അതിനുശേഷം രണ്ടാമത്തെ വർഷം നമ്മളത് ചെയ്തു. അത് ഭയങ്കര വിജയം തന്നെ ആയിരുന്നു. അതിനോടൊപ്പം നമ്മൾ ഒരു ചെറിയ ബന്ദി ചെയ്തു. കുറച്ച് രീതിയിൽ ബന്ദി ഓണത്തിന് നമ്മൾ ചെയ്തു. പക്ഷെ അതും നമ്മൾ കുറച്ച് അപ്പോൾ നമ്മൾ അതും നമുക്ക് കൊണ്ട് പൂർണ്ണമായിട്ട് വിജയിപ്പിക്കാൻ പറ്റിയില്ല. പക്ഷേ ഈ വർഷം അതിൻ്റെ ഇത് തീർത്തുകൊണ്ടാണ് നമ്മൾ ഇപ്രാവശ്യം ഒരു വിശാലമായ രീതിയിൽ ഒരു ബന്ദിപ്പാടം ഒരുക്കിയത്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം ഇതൊന്നും വിജയിക്കാതെ പോയ എന്തെങ്കിലും കാരണമുണ്ടോ? അന്ന് നമുക്ക് ഇതിൻ്റെ കൃഷി ചെയ്തെല്ലാം പഠിച്ചു വരുമല്ലയോ. ഓരോ ട്രിപ്പും നമ്മൾ ഓരോന്നും ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് സൂര്യകാന്തി ചെയ്തു. അത് നമുക്ക് അതിൻ്റെ വെള്ളം കൊടുക്കുന്ന സിസ്റ്റവും കാര്യങ്ങളും ഒന്നും നമുക്ക് അത്ര അറിയത്തില്ലായിരുന്നു. പിറ്റേ പ്രാവശ്യം അത് പഠിച്ച് നമ്മൾ ചെയ്ത് വിജയിപ്പിച്ചു. ബന്ദി അതേ കണക്ക് തന്നെ. ബന്ദി അന്ന് പറ്റിയെന്ന് വെച്ചാൽ എല്ലാം കിളിച്ച് വന്നപ്പോഴേ എല്ലാം കാറ്റടിച്ചും മഴ പെയ്തുമൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാം മറിഞ്ഞു പോവുകയും പിന്നെ അത് തിരിച്ച് പിടിച്ച് കെട്ടുമ്പോഴത്തേക്ക് വൃത്തിയാവത്തില്ല. പക്ഷെ ഇപ്രാവശ്യം നമ്മൾ വളരെ നേരത്തെ തൈ നട്ടപ്പം മുതൽ അതിൻ്റെ കൂടെ നിന്ന് എല്ലാം പിടിച്ച് കെട്ടി വൃത്തിയാക്കി കെട്ടി കൊണ്ടുവന്നു. അത് പ്രാവശ്യം ഒരു വർഷം നമുക്ക് നഷ്ടം സഹിച്ചെങ്കിലും അടുത്ത വർഷം നമ്മളത് അത് കൃഷി അങ്ങനെ തീർച്ചയായിട്ടും നഷ്ടങ്ങളിലൂടെയാണ് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കൃഷി എല്ലാ പ്രാവശ്യം എല്ലാ കൃഷികളും ഒരേ കണക്ക് വിജയിക്കത്തില്ല. നമ്മൾ ചില കൃഷികൾ ചെയ്യും, വിജയിക്കും, ചിലത് പോവും. ഇപ്പം തന്നെ 50 സെൻറ്റിൽ ചീര കൃഷി ചെയ്ത് മൊത്തം പുള്ളിയായി പോയി. മൊത്തം അടിച്ച് കളയുക, മിഷൻ വെച്ച് അടിച്ച് കളയുക. വീണ്ടും നമ്മൾ ചെയ്യാതിരിക്കുകയല്ല, വീണ്ടും ചെയ്യുക. പക്ഷെ അത് വിജയിക്കും. അങ്ങനെയാണ് നമ്മുടെ ഒരു നമുക്കൊരു തോന്നൽ. അങ്ങനെ അതിൻ്റെ ഇപ്പോൾ നമ്മൾ ഈ ഓണവിപണിയാണല്ലോ മുന്നിൽ കണ്ടുകൊണ്ടാണല്ലോ ഈ ഒരു കൃഷിയിലേക്ക് ഇറങ്ങിയത്. ഈ പൂക്കൾ വാങ്ങിക്കൊണ്ടു പോകുന്നത് കടക്കാരാണോ, ഈ പൂക്കടക്കാരാണോ, അതോ നാട്ടുകാർ ഡയറക്റ്റ് വന്ന് വാങ്ങുകയാണോ? ഇത് നാട്ടുകാർ, നമ്മുടെ കസ്റ്റമർ. പിന്നെ ഈ റോഡിൽ കൂടെ MC റോഡല്ലേ, അപ്പോൾ ഇവിടെ നമ്മളിതെല്ലാം കൂടെ പറിച്ച് ഉത്രാടത്തിൻ്റെ അന്ന് ഇവിടെ ഇടും. ആൾക്കാർ വന്ന് കൊണ്ടുപോയിക്കോളും. ഉത്രാടത്തിന് മുന്നേ നമ്മൾ ഇപ്പം ഓരോ സ്ഥലത്തുള്ള പരിപാടികളുണ്ടല്ലോ, അതായത് അത്തപ്പൂക്കള മത്സരങ്ങളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊക്കെ വരുമ്പം ആൾക്കാർ ഇങ്ങനെ ഓടി വരും. ഇവിടുത്തെ നല്ല പൂ കിട്ടും. നമ്മുടെ പൂക്കെന്ന് പറഞ്ഞാൽ പ്രത്യേകം നല്ല പൂവാണ്. അല്ലാതെ അത് അതിൻ്റെ പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മറ്റേന്ന് പറഞ്ഞാൽ മരുന്നടിച്ചാണ് വരുന്നത്. മരുന്നടിച്ച് ഇത്ര ദിവസത്തേക്ക് വാടാതെ ഇരിക്കാൻ വേണ്ടിയുള്ള മരുന്നടിച്ചാണ് വരുന്നത്. അതൊന്നും അല്ല. ഇത് നമ്മൾ കൈകൊണ്ട് പറിച്ചിട്ട് നമുക്ക് ആ കൈ കൊണ്ട് തന്നെ ആഹാരം കഴിക്കാം. മറ്റേതെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ കൈ കഴുകാതെ കഴിക്കാൻ പറ്റത്തില്ല. ആണ് ഇതിൻ്റെ പ്രത്യേകത. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ആൾക്കാർ എന്തായാലും പെട്ടെന്ന് വന്ന് ഇന്നടത്ത് നിന്നാൽ പൂ കിട്ടുമെന്ന് പറഞ്ഞ് ഓടി വരും. നമുക്ക് വാങ്ങിച്ചിട്ട് പോവുകയും ചെയ്യും. ഈ തോട്ടം ക്രമീകരിക്കാനായിട്ട് നിങ്ങൾക്ക് എത്ര നാൾ വേണ്ടി വന്നു? ഇപ്പം 45-50 ദിവസം ആയപ്പോഴത്തേക്ക് ഇപ്പം ഈ പരിപാടി ഒരു 10 ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് ഫുള്ള് പോവാം. 60 ദിവസം 70 ദിവസം ആകുമ്പോഴത്തേക്ക് ഫുള്ള് പോവാം. ഇതൊക്കെ ഏതൊക്കെ ഇനങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്? അതെ, നമുക്കിവിടെ ഇനമാണെന്ന് പറയാൻ പറ്റില്ല. കളറുകൾ രണ്ടാണ് ഉള്ളത്. അതായത് ഒന്ന് മഞ്ഞയും ഒന്ന് ഓറഞ്ചും. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ വാടാമല്ലിയുണ്ട്. വെള്ളപ്പൂക്കൾ നമ്മൾ നട്ടിരുന്നു, പക്ഷേ അത് വെള്ള പൂവും കൂടെ ആയിട്ടില്ല. അതെന്തോ ചെറിയ പ്രശ്നം കാരണം പൂവായിട്ടില്ല. ബാക്കിയെല്ലാം ഉണ്ട്. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് സൂര്യകാന്തി ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ ഈ അത്തപ്പൂക്കളൊക്കെ ഇടുമ്പോൾ അതിനകത്തൊരു പൂ വെക്കാനായിട്ട് അവർക്ക് ഒരെണ്ണം കൊടുക്കാം എന്നുള്ള രീതിക്ക് നമ്മൾ കുറച്ച് നട്ടാൽ. പക്ഷേ ഒരാഴ്ച ഒന്ന് പിന്നിട്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഓണത്തിന് അത് വിരിഞ്ഞ് കിട്ടുമോ എന്നൊരു സംശയം. ചേട്ടാ, ഈ കൃഷി ഇത് ഒരൊറ്റ ദിവസത്തേക്ക് വേണ്ടിയിട്ടാണ് അല്ലേ, അതോ അതിനുശേഷം ഇവിടെ കസ്റ്റമർ വരാറുണ്ടോ ഈ പൂക്കൾക്ക് വേണ്ടിയിട്ട്? ഇത് ഉത്തരാടത്തിന് വൈകുന്നേരം കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഈ പൂവിനോട് ആർക്കും താല്പര്യമില്ല. കാരണം അത് കഴിഞ്ഞ് വിനീത പൂക്കൾ ഇവിടെ ഇരിക്കത്തേ ഉള്ളൂ. അത് കഴിഞ്ഞുള്ള സാധനങ്ങളെല്ലാം ഇവിടെ നിൽക്കും. ആർക്കും പൂവിനുമില്ല. പിന്നെ ഏതെങ്കിലും അമ്പലക്കാർ എന്തെങ്കിലും വിശേഷം ഉണ്ടെങ്കിൽ വരിക, അവർ പറിച്ചുകൊണ്ട് പോകുന്നുള്ളതല്ലാതെ വേറെ ഒന്നിനും ഇത് ഉപയോഗമില്ല. ദേവസ്വം ബോർഡിലൊക്കെ ഇപ്പം അരളിപ്പൂക്കൾ നിരോധനമുണ്ട്. അപ്പോൾ അത്തരം കൃഷികൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് വിജയിക്കാൻ പറ്റുമോ? ഇവിടെ അരളി പോലുള്ള സംഭവങ്ങൾ ഇവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? ഇല്ല, നമുക്കിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പൂക്കൾ വരുന്ന ഒരു രീതിയാണല്ലോ ഇപ്പോൾ. ഇപ്പോൾ തമിഴ്നാട്ടിലെ ജോലിക്കൂലി അവിടുത്തെ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടിയിട്ട് അവിടുന്ന് പൂ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ അവർ 40 രൂപയ്ക്ക് 50 രൂപയ്ക്ക് കൊണ്ടുവന്ന് വയ്ക്കും. നമ്മൾ ഇവിടുത്തെ ജോലിക്കൂലി, ഇവിടുത്തെ കാലാവസ്ഥ ഇതെല്ലാം കൂടെ കണക്ക് കൂട്ടുമ്പോൾ നമുക്കത് നമുക്കുള്ള
ഇവിടെ വിറ്റാൽ നമുക്ക് മുതലാവത്തില്ല. പിന്നെ ഇപ്പോൾ ബന്ദി തന്നെ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നോക്കിയാണെങ്കിൽ ഇപ്പോൾ ഓണം ആകുമ്പോഴത്തേക്ക് പൂ കണ്ടമാനം ഇറങ്ങും. ഇവിടെ നമ്മുടെ കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ബന്ദി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഒരുപാട് പൂക്കൾ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. അപ്പം ഇപ്രാവശ്യം ഈ പൂവൊക്കെ എത്ര രൂപയ്ക്ക് വിൽക്കുമെന്നോ ഒന്നും ഒരു പിടിയില്ല. കാരണം നമുക്കൊരു 100 രൂപ മിനിമം വില കിട്ടിയില്ലെങ്കിൽ നമുക്ക് മുതലാവത്തില്ല.